ഗൈസ്, നമ്മളെന്തൊരു കള്ളത്തരം ഒപ്പിക്കാൻ പോവാണ്. നമ്മളെ ഏട്ടന് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാം. നമ്മൾ നടന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ സാധനം വാങ്ങിച്ച് വീട്ടിലെത്തി. ഞാൻ അവിടെ ബാഗിലാണത് വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് വെക്കാൻ വേണ്ടി വേറെ സ്ഥലമൊന്നും എനിക്ക് ഓർമ്മ കിട്ടണില്ല ഗൈസ്. എന്നാലും നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ബാഗിലാട്ടോ ഞാൻ വെച്ചുള്ളത്. ഈ സിബിലുണ്ട്. പക്ഷെ ആളിങ്ങനെ അത്യാവശ്യത്തിന് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. എന്നാലും കുഴപ്പമില്ല. ഇന്ന് 27/8/2025 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. 30/8/2025 അപ്പം നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമായി. ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ഞാനാണ് ചെയ്ത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഏട്ടൻ കേക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പം അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഞാൻ ഡ്രസ്സ് ആമസോണിൽ നിന്നാണ് സെറ്റ് ചെയ്തത്. ഒരു 1000 രൂപയ്ക്കുള്ളിൽ. ഞങ്ങളങ്ങനെ ആരെയും, അതായത് ഞങ്ങൾക്ക് ഫാമിലി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആരെയും വിളിച്ചിട്ടില്ല. അത്ര വലിയ നമുക്ക് പെട്ടെന്ന് നടത്തിയൊരു പരിപാടിയാണ്. അത് കാരണം കൊണ്ട് അങ്ങനെ ആരെയും വിളിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ ഫാമിലി മാത്രം കുറച്ച് പേരായിട്ട് അങ്ങനെ ഒന്ന് ആഘോഷിച്ചു. അപ്പോൾ അത് കേക്ക് പൊളിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനും അനിയനും കൂടെ കളിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് ആ കേക്കിൻ്റെ സൈഡിലെ എഡ്ജസൊക്കെ കുറച്ചൊന്ന് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, സെറ്റായി. ഞങ്ങൾ ഡ്രസ്സിന് മാച്ചായിട്ടാണ് കേക്ക് സെറ്റാക്കിയത് കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് പിന്നാലെ കാണാം. അപ്പോൾ ശരത്ത് ഞങ്ങൾക്ക് ഒരു കേക്കും കൂടെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. ഞങ്ങൾ ഏകദേശം മാച്ചൊക്കെ ആയിട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ്റെ സാധനങ്ങളും അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിയത് തന്നെയാണ്. അപ്പോൾ ഇതാ കേക്ക് മുറിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ഞാൻ ഓൺ വോയിസ് കൊടുക്കണില്ല, വീഡിയോ കാണാം. സാധനം കണ്ടപ്പോഴേക്കും ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ഏട്ടനെ കുറേ നേരം കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ ഇതാണ് ഒപ്പിച്ചുകൊണ്ടിരുന്നിരുന്നതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു ഏട്ടാ. അപ്പോൾ അടുത്തത് എൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ കാണാം നമുക്ക്. തിന്നാൻ തോന്നൂല്ലോ, അങ്ങനെ സൂക്ഷിക്കാനേ സംഭവം എനിക്ക് ഏട്ടന് മാത്രം ആ ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ കേട്ടോ. അതൊരു ഫിഷിങ്ങിൻ്റെ റീലാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് ആ സാധനത്തിന്. പക്ഷേ ഏട്ടന് അതിൻ്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങിച്ചതാണ്. അപ്പോൾ ആൾക്ക് ആ ഫിഷിങ്ങിൻ്റെ സംഭവങ്ങൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടതിലൊരു സന്തോഷമാണ് ആ മുഖത്ത് കാണാനുള്ളത്. അത് ശരി, ഏട്ടന് ഇതായിരുന്നല്ലേ. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് നീങ്ങിക്ക്. ആ, നിങ്ങളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോ പറഞ്ഞ പോലെയല്ലേ ബർബോണ്ട പെട്ടിയെന്ന്. ഏട്ടൻ ഇതൊക്കെ എപ്പോൾ എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ എന്നെ നോക്കണേ. ഞാൻ ചെറിയ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് അങ്ങനെ വാങ്ങിച്ചൊരു ചെറിയൊരു ചെയിനാണ് കേട്ടോ അത്. എനിക്ക് ആൾക്ക് ഇങ്ങനെ മാലയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ സെറ്റാക്കി വാങ്ങിച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ കഴുത്തിൽ ആ ചെയിൻ കിടക്കണ കാണാൻ വേണ്ടിയിട്ട്. അത് അത്ര വലിയ കൂടുതൽ തൂക്കമുള്ളതൊന്നുമല്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ കുറേ നാൾ സ്വരുക്കൂട്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ലാസ്റ്റ്
കയ്യൊരു കുട്ടി കൊട്ടിയല്ല ഫോട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് അവിടെ തൊട്ട് താഴെ തറവാടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കേക്കൊക്കെ മുറിച്ച് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഫോട്ടോസ്, ഇത് ഞങ്ങൾ മാത്രം ഫോട്ടോസുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കാൻ പറ്റിയിട്ട് അങ്ങനെ വലിയ ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ അടുത്ത ആനിവേഴ്സറിക്ക് എല്ലാവരും വിളിക്കാൻ പറ്റട്ടെ, ഫാമിലീനെ മൊത്തം ഒത്തുകൂടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഏട്ടന് ഒരിക്കൽ കൂടെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.